ഡോക്ടർ ജോസ് പ്രകാശ് ആ കുപ്പിയിലെ കടുത്ത ചുവപ്പ് നിറത്തിലുള്ള തരികളിലേക്ക് നോക്കി ഒരു നിമിഷമിരുന്നു. ചോര. അല്പം പഴക്കമുണ്ടിതിന്, അദ്ദേഹം പറഞ്ഞു. ശരിയാണ്. താങ്കൾ ഇതൊന്ന് പരിശോധിച്ച് മനുഷ്യൻ്റെ ചോര തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. മാത്രമല്ല, അതിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം വിവരങ്ങൾ മുഴുവൻ ശേഖരിക്കുകയും വേണം. അതിനെന്താ, ഉടൻ റിസൾട്ട് തരാം. അരമണിക്കൂറിനുള്ളിൽ. നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട വല്ലതുമാണോ? അതൊന്നും ഇപ്പോൾ പറയുകയില്ല. പരമരഹസ്യമാണ്. ഞാൻ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്ത് സഹായങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. കാരണം ഇതെൻ്റെ ആവശ്യം കൂടിയാണ്. മിസ്റ്റർ നാരായണൻ്റെ പ്രശ്നങ്ങൾ എൻ്റെയും പ്രശ്നങ്ങളാണ്. ഞാൻ ഉടനെ വരാം. ഇവിടെ ആദ്യം വരികയല്ലേ? ചുറ്റുപാടുകളൊക്കെ കാണാം. അതുമല്ലെങ്കിൽ ദാ ഈ ഷെൽഫിൽ പുസ്തകങ്ങളുണ്ട്. എല്ലാം സയൻസ്, കുറ്റാന്വേഷണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതും ധാരാളം. ആ ഷെൽഫിൽ വളരെയധികം പുസ്തകങ്ങൾ അടുക്കി വച്ചിരുന്നു. 2000-ലധികം. കൂറ്റൻ ശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. ഇംഗ്ലീഷിലും ഗ്രീക്കിലുമുള്ള അപൂർവ പുസ്തകങ്ങൾ പോലും ആ കൂട്ടത്തിലുണ്ട്. പഴക്കം കൊണ്ട് ചിലതിൻ്റെ ബൈൻഡിങ് പൊളിഞ്ഞു തുടങ്ങിയിരുന്നു. താങ്കളൊരു വലിയ വായനപ്രിയനാണല്ലോ. ടൈംസ് അത്ഭുതത്തോടെ ആ പുസ്തകശേഖരം നോക്കിക്കൊണ്ട് പറഞ്ഞു. പുസ്തകങ്ങൾ എനിക്ക് ആവശ്യമാണ്. ഇത്രയൊക്കെ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ത്യാഗം സഹിച്ചിട്ടുണ്ടെന്നറിയാമോ? എൻ്റെ ഗവേഷണങ്ങളുടെ മൂലധനം ഈ പുസ്തകങ്ങളും തളരാത്ത മനസ്സും അക്ഷീണ പരിശ്രമവുമാണ്. വെരി ഗുഡ്. എല്ലാ ഡോക്ടേഴ്സും ഇങ്ങനെയായിരുന്നെങ്കിൽ. പെട്ടെന്ന് ഡോക്ടർ പ്രാൺ ഇടയ്ക്ക് ചാടി വീഴുന്നു. അപ്പോൾ എന്നെ കൊച്ചാക്കുകയായിരുന്നു. ഹേയ്, ഒരിക്കലുമില്ല. നിങ്ങളുടെ സ്ഥാനം എപ്പോഴും നിങ്ങൾക്ക് കിട്ടും, ടൈംസ് പറഞ്ഞു. അല്ലേ ഡോക്ടർ? ഡോക്ടർ ജോസ് പ്രകാശ് ചിരിച്ചുകൊണ്ട് ലാബിലേക്ക് പോയി. അദ്ദേഹം ഭാഗ്യമുള്ളൊരു മനുഷ്യനാണ്. നല്ല ലാബറട്ടറി സ്ഥാപിക്കാൻ പറ്റിയ എല്ലാ സൗകര്യമുള്ള സ്ഥലം. ഡോക്ടർ പ്രാൺ പറഞ്ഞു. ഒരു കാര്യത്തിൽ മാത്രമാണ് ബുദ്ധിമുട്ട്. ആധുനിക യന്ത്രോപകരണങ്ങൾ കൊണ്ടുവരണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടാണ്. ടൈംസ് അത് ശ്രദ്ധിക്കാതെ കൂറ്റൻ ഷെൽഫിന് നേരെ തിരിഞ്ഞ് ആ പുസ്തകങ്ങൾ പരിശോധിക്കുന്നത് കണ്ടപ്പോൾ ഡോക്ടർ പ്രാൺ സംസാരം അവസാനിപ്പിച്ചു. അദ്ദേഹം കാര്യമായ എന്തോ തിരക്കുകയാണെന്നും ഡോക്ടർക്ക് തോന്നി. ഡിറ്റക്റ്റീവ് ടൈംസ് ആ ഷെൽഫ് മുഴുവൻ ഒരു അവലോകനം നടത്തി. അതിലൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെടുത്തിട്ട് വെച്ചതുപോലെ അകത്തേക്ക് തള്ളിയാണ് ഇരുന്നത്. അതിൻ്റെ കാലിക്കോ മുഷിഞ്ഞും ഇളകിയുമായിരുന്നതിനാൽ വളരെ പഴക്കമുള്ളതാണെന്ന് ഒറ്റനോട്ടത്തിൽ വ്യക്തമാകും. ടൈംസ് അത് വലിച്ചെടുത്തു. അതിൻ്റെ പുറം ചട്ടയിലെ തിളങ്ങുന്ന ഇംഗ്ലീഷ് ലിപികൾ മാഞ്ഞു തുടങ്ങിയിരുന്നു. വളരെ ശ്രദ്ധയോടെ അദ്ദേഹം അത് വായിച്ചു. ജീവികളിലെ പരിണാമം. മനുഷ്യ ഉൽപ്പത്തിയും അതിൻ്റെ പരിണാമങ്ങളെപ്പറ്റിയുള്ള നിഗമനങ്ങളും ശാസ്ത്രീയ തെളിവുകളും അറിയാമായിരുന്നെങ്കിലും ആ പുസ്തകത്തിൽ എന്തോ ഒരു പ്രത്യേകതയുള്ളതായി ഡിറ്റക്റ്റീവ് ടൈംസിന് തോന്നി. അതുകൊണ്ട് തന്നെ അദ്ദേഹം താല്പര്യത്തോടെ അതിൻ്റെ പേജ് മറിച്ചു. 1802 അയർലൻഡിൽ അടിച്ചതായിരുന്നു ആ പുസ്തകം. തുടക്കത്തിൽ തന്നെ അതിൻ്റെ എഡിറ്റേഴ്സായ 74 ഭിഷഗ്വരന്മാരായ ഡോക്ടർമാരുടെ പേരും മറ്റു വിവരങ്ങളും ചേർത്തിരുന്നു. പഴയ ലാറ്റിൻ ചുവയുള്ള ഇംഗ്ലീഷ് ടൈംസ് കുറേയൊക്കെ വായിച്ചു നോക്കി. അതിലെ മിക്ക വാക്കുകളും പ്രയോഗങ്ങളും ടൈംസിന് മനസ്സിലായില്ല. അതിന് അന്നത്തെ കാലത്തെ ഒരു നിഘണ്ടു തന്നെ വേണമായിരുന്നു. പേജുകൾ അലസമായി മറിക്കുന്നതിനിടയ്ക്ക് ചില പ്രത്യേക അധ്യായങ്ങൾ ടൈംസ് ശ്രദ്ധിച്ചു. അതിലൊന്നിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്. പേപ്പട്ടി വിഷം മനുഷ്യ ശരീരത്തിൽ കൂടിയ ഡോസിൽ പ്രവേശിച്ചാൽ അത് മനുഷ്യൻ്റെ തലച്ചോറിനെ മരവിപ്പിക്കുകയും നായുടേതായ സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യും. താമസിയാതെ രോഗി മരണമടയുകയും ചെയ്യും. എന്നാൽ വളരെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ആ വിഷം തന്നെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരുന്നാൽ അവൻ ക്രമേണ നായയുടെ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു മനുഷ്യ സത്വമായി മാറും. ഒരു ഭ്രാന്തൻ ഭിഷഗ്വരൻ്റെ ആ സിദ്ധാന്തം ടൈംസ് സുഹൃത്തിനെ കാണിച്ചു കൊടുത്തു. ഡോക്ടർ പ്രാൺ അത് ശ്രദ്ധയോടെ വായിച്ചു നോക്കി. അത് സംഭവിക്കാം, ഡോക്ടർ പറഞ്ഞു. ചരിത്രത്തിൽ അത്തരമൊരു കഥയുണ്ടല്ലോ. ഈജിപ്തിലാണോ റോമിലാണോ എന്നറിയില്ല. ക്ലിയോപാട്ര എന്നൊരു കുട്ടിക്ക് സ്ഥിരമായി വളരെ കുറഞ്ഞ അളവിൽ സർപ്പവിഷം കൊടുത്തുകൊണ്ടിരുന്നു. ആ കുട്ടി സുന്ദരിയായി വളർന്നു. 18 വയസ്സായപ്പോഴേക്കും നീല നിറത്തിലുള്ള അഴകാർന്ന ഒരു ശരീരം അവൾക്കുണ്ടായി. അവളെ പലരും കാമിച്ചു, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് കുഴപ്പം മനസ്സിലായത്. അവളുടെ നിശ്വാസമേൽക്കുന്ന ആൾ പോലും മരിച്ചു വീണു. അവൾ അതിശക്തിയേറിയ ഒരു സർപ്പമായി മാറിക്കഴിഞ്ഞിരുന്നു. ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇതിനേക്കാൾ അവിശ്വസനീയമായതും പൈശാചികമായതുമായ കഥകളുണ്ട്. ഡോക്ടർ ഒരു സിഗരറ്റ് എടുത്ത് അതിരങ്ങൾക്കിടയിൽ തിരുകി. ടൈംസ് വീണ്ടും ആ പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചു. യാദൃശ്ചികമായി അതിനിടയിൽ നിന്നും എന്തോ ഒന്ന് താഴെ വീണു. കുറ്റാന്വേഷകൻ അത് കുനിഞ്ഞെടുത്തു. വളരെ പഴക്കമുള്ള ഒരു കവറായിരുന്നു. റോമൻ ലിപികളിൽ അതിൻ്റെ മുകളിൽ എന്തോ അച്ചടിച്ചിരുന്നു. അതിനിടയിൽ സീസറിൻ്റെ ഗിൽറ്റിട്ട ചിത്രവും. പഴക്കം കൊണ്ട് അത് മാഞ്ഞു തുടങ്ങിയിരുന്നു. ടൈംസ് ശ്രദ്ധയോടെ കവർ തുറന്ന് അതിനകത്തുണ്ടായിരുന്ന കടലാസ് പുറത്തെടുത്തു. 6 മടക്കിയിരുന്ന ആ കടലാസ് അദ്ദേഹം നിവർത്തി. അതിൽ വിചിത്രമായ ഒരു ജന്തുവിൻ്റെ ചിത്രം വരച്ചിരുന്നു. അതിനിടയിൽ കുറേ ഫോർമുലകളും. കുറ്റാന്വേഷകൻ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആമത്തോട് പോലെയുള്ള പുറം കവചവും ശൽക്കങ്ങളുമുള്ള ഒരു ഭീകരജന്തു. അത് ഡിനോസർ പരമ്പരകളിലെ ഒരു ജന്തുവിൻ്റെതാണെന്ന് ടൈംസിന് തോന്നി. ദാ ഇത് നോക്കൂ. അദ്ദേഹം അത് സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുത്തു.
ഡോക്ടർ പ്രാൺ താല്പര്യത്തോടെ ആ ചിത്രത്തിൽ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ പറഞ്ഞു, ഇത് ഡിനോസർ വർഗത്തിൽപ്പെട്ട ആൻകൈലോസോറസ് എന്ന സസ്യബുക്കിൻ്റേതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപരിക്രിട്ടേഷ്യസിൽ കാണപ്പെടുന്ന ഇവയെ ഉരഗ ടാങ്കുകൾ എന്നാണ് വിളിക്കുന്നത്. 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ പരമ്പരയെല്ലാം അവസാനിച്ചു. പക്ഷേ ഈ ജന്തു എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയാണല്ലോ ചിത്രീകരിച്ചിരിക്കുന്നത്. അതെ, അതുതന്നെയാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആൻകൈലോസോറസിന് ആ ഭാരിച്ച ശരീരം ഉയർത്തി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ടൈംസ് ആ ചിത്രത്തിൽ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് സെറ്റിയിലിരുന്നു. മിനിറ്റുകളോളം ആ നില തുടർന്നു. അദ്ദേഹം ആ കവറും പേപ്പറും വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചു. അതിൻ്റെ ഓരോ സെൻറ്റിമീറ്റർ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മദൃഷ്ടികൾ ഇഴഞ്ഞു നടന്നു. പിന്നെ ആ പേപ്പർ കണ്ണിനഭിമുഖമായി പിടിച്ച് ജനലിന് നേരെ നോക്കി. അതിൽ ചില ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണാമായിരുന്നു. അദ്ദേഹം അത് കൂട്ടി വായിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും? ഡിറ്റക്റ്റീവ് ടൈംസ് ആ കടലാസ് വീണ്ടും ഡോക്ടർ പ്രാണിൻ്റെ കയ്യിൽ കൊടുത്തു. പ്രാൺ അത് ടൈംസ് പരിശോധിച്ച രീതിയിൽ ഒരു നിരീക്ഷണമൊക്കെ നടത്തി. എനിക്കതിൽ നിന്നും കൂടുതലൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ചിത്രം വരച്ചയാളും ഫോർമുല എഴുതിയ ആളും 2 പേരാണ്. അവർ റോമക്കാരായിരിക്കണം. എന്നാൽ അല്പം കൂടി ഞാൻ പറയാം. ടൈംസ് കസേരയിൽ ഇളകിയിരുന്നു കൊണ്ട് പറഞ്ഞു. ബ്രസീലിയയിലെ പ്രശസ്തമായൊരു കമ്പനിയുടേതാണ് ഈ പേപ്പർ. വളരെ വില കൂടിയതും ഉയർന്ന ക്വാളിറ്റിയിലുള്ളതും. ഇതിനുള്ളിലെ ആ ലിപികൾ കണ്ടോ? ഇതെഴുതിയത് ഇറ്റാലിയൻ വംശജനായ ഒരു ഡോക്ടറും പടം വരച്ചത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാണ്. ഇതെഴുതുമ്പോൾ ആ ഡോക്ടർക്ക് 60 വയസ്സോളം ഉണ്ടായിരുന്നു. അതായത് കൈക്ക് വിറയലുണ്ടായിരുന്നു. സുമാർ 25 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറി പാർത്തവരിൽപ്പെട്ടതായിരിക്കണം ആ ശാസ്ത്രജ്ഞൻ. എങ്കിൽ അതെങ്ങനെ ഡോക്ടർ ജോസ് പ്രകാശിന് കിട്ടി? അത് അദ്ദേഹത്തിൽ നിന്നും കിട്ടും. നോക്കൂ, ഭാഗ്യം നമ്മെ തേടി വരികയാണ്, ടൈംസ് സന്തോഷത്തോടെ പറഞ്ഞു. നാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ജന്തുക്കളും ഈ പുസ്തകവും തമ്മിൽ ബന്ധമുണ്ട്. ഞാനും ആ വഴിക്ക് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ടൈംസ് എഴുന്നേറ്റ് ഷെൽഫിനടുത്ത് ചെന്ന് മറ്റു പുസ്തകങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ജോസ് പ്രകാശ് കടന്നു വന്നു. ഇരുന്ന് മുഷിനായിരിക്കും. കേട്ടോ സാർ, അത് മനുഷ്യരക്തം തന്നെയാണ്. ആ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. മനഃശാസ്ത്രപരമായ ഒരു അപഗ്രഥനം നടത്തിയാൽ ആ രക്തത്തിൻ്റെ ഉടമസ്ഥൻ ശാന്ത സ്വഭാവക്കാരനും അതേസമയം കുറുക്കനെ പോലെ കൗശലക്കാരനുമാണ്. മരണം സംഭവിച്ചിട്ട് 3 ആഴ്ചയിൽ കൂടുതലായിട്ടില്ല. വളരെ നന്ദി, എനിക്ക് കുറേയൊക്കെ അനുമാനിക്കാൻ കഴിയുന്നുണ്ട്, ടൈംസ് പറഞ്ഞു. ഇത് വളരെ പഴയ പുസ്തകമാണല്ലോ. താങ്കൾക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? അതിനകത്തൊരു കവറിൽ വിചിത്രമായൊരു ചിത്രവും ഒരു ഫോർമുലയും ഉണ്ടല്ലോ. ഓ, ഇത്. ഡോക്ടർ ജോസ് പ്രകാശ് ആ പുസ്തകം വാങ്ങി നോക്കി. ഞാൻ അമേരിക്കയിലാണ് പഠിച്ചത്, ബോളിവയിലെ ലാപാസിൽ. അവിടെ നിന്ന് പോരാൻ നേരത്ത് എൻ്റെ പ്രൊഫസർ സമ്മാനിച്ചതാണിത്. അന്നിതിൻ്റെ പുറംചട്ടയിൽ മറ്റൊരു കവർ കൂടി ഉണ്ടായിരുന്നു. ആ കവറിനുള്ളിൽ ഇരുന്ന് കിട്ടിയതാണ് വിചിത്രമായ ആ ചിത്രം. 17 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് എനിക്കതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. ഈയിടെ ഭീകരജന്തുക്കളെ കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ പുസ്തകത്തെയും ചിത്രത്തെ പറ്റിയും ഓർത്തു. പിന്നെ വളരെ പണിപ്പെട്ടൊന്ന് വായിച്ചു തീർക്കുകയും ചെയ്തു. കാലഹരണപ്പെട്ട ചില പ്രയോഗങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത്. എന്തായാലും ഒരു അമൂല്യ ഗ്രന്ഥമാണത്. ഇനി നമുക്ക് താങ്കൾ പറഞ്ഞ ആ ഭാഗത്തേക്ക് പോകാം, അല്ലേ? അതെ, പക്ഷേ അതിനു മുൻപ് നമുക്ക് അല്പം ഭക്ഷണം കഴിക്കണം. ആദ്യമായി എൻ്റെ വീട്ടിൽ വരുന്നതല്ലേ. ആദിത്യ മര്യാദ പോലും ഞാൻ മറന്നുപോയെന്ന് പറയരുതല്ലോ. ഡോക്ടർ എന്തോ കാര്യമായ ആലോചനയിലാണല്ലോ. വരൂ. ഓ, ഒന്നുമില്ല, ഡോക്ടർ പ്രാൺ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഫൈനായിരിക്കുന്നു കേട്ടോ ഡോക്ടർ. പൊരിച്ച കോഴയാടിൻ്റെ മാംസം ചവച്ചരച്ച് വിഴുങ്ങിക്കൊണ്ട് ഡിറ്റക്റ്റീവ് ടൈംസ് പറഞ്ഞു. താങ്കളുടെ പാചകക്കാരി ബഹുമിടുക്കി തന്നെ. കേട്ടോ എന്തോ, ഈ ബഹുമതി നിനക്കാണ്, ജോസ് പ്രകാശ് സമീപത്ത് നിന്ന ഇന്ദുവിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ സാവധാനം ചിരിച്ചു, മനോഹരമായി. അവർ പുറത്തിറങ്ങിയപ്പോൾ പടിഞ്ഞാറൻ മലകളുടെ മുകളിൽ സൂര്യൻ ഒരു കനകക്കട്ട പോലെ നിൽക്കുകയായിരുന്നു. ഞാൻ ടോർച്ച് എടുത്തുകൊണ്ട് വരാം. ചിലപ്പോൾ നാം അല്പം താമസിക്കും. ഡോക്ടർ ജോസ് പ്രകാശ് തിരിച്ച് കെട്ടിടത്തിലേക്ക് പോയി. ടൈംസും ഡോക്ടർ പ്രാണും തേയിലച്ചെടികൾക്കിടയിലൂടെ ആ പാറക്കൂട്ടങ്ങളെ ലക്ഷ്യമാക്കി നടന്നു. കൽക്കൂട്ടത്തിലെത്തിയപ്പോൾ അവർ തിരിഞ്ഞു നോക്കി. ഡോക്ടർ ജോസ് പ്രകാശ് ഒരു കറുത്ത നിഴൽ പോലെ വരുന്നത് അവർ കണ്ടു.